കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്നത് കാല് വയ്യാതെ രേവതി സിറ്റൗട്ടിൽ ഇരിക്കുകയാണ്. ഈ സമയത്താണ് ചന്ദ്രമതി അങ്ങോട്ട് വരുന്നത്. ചന്ദ്രമതിയെ കണ്ടപടി രേവതി പെട്ടെന്ന് എഴുന്നേക്കാൻ തുടങ്ങുക. അപ്പൊ ചന്ദ്രമതി വേണ്ട മോളെ അവിടെ ഇരുന്നോളാൻ പറയാണ്. ഇത് കേട്ട് കഴിയുമ്പോൾ കലാവതി മുത്തശ്ശി അതാണ് മര്യാദ, കണ്ടോ കാല് വയ്യെങ്കിലും അമ്മായിമ്മ വന്നിപ്പോ അവളെ എഴുന്നേക്കാൻ കാണിച്ച മര്യാദ ഉണ്ടല്ലോ, അങ്ങനെ വേണം. ഇങ്ങനൊരു മരുമോളെ കിട്ടാനായിട്ട് നീ പുണ്യം ചെയ്യണം ചന്ദ്രമതി എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ സച്ചു പറഞ്ഞു, അപ്പൊ അച്ഛമ്മ പുണ്യം ചെയ്തിട്ടില്ലേന്ന് ചോദിക്കാം. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞേ? അല്ല, അമ്മേനെ പോലെ ഒരു മരുമോളെയല്ലേ അച്ഛമ്മയ്ക്ക് കിട്ടിയേക്കുന്നേ. ഇതുവരെ അച്ഛമ്മ വന്നപ്പോ അമ്മ എണീറ്റ് ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ചന്ദ്രമതി ഒന്നും പോകുമിണ്ടാ സച്ചി എന്ന് പറയാണ്. അല്ല അല്ല ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം എന്താ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലോ എന്ന് പറയണം. ഇത് കേട്ട് മുത്തശ്ശി ചാര് അല്ല ചന്ദ്രമതി അമ്മേ, ഇങ്ങോട്ട് വരാനായിട്ട് ഒരു കാര്യം ഇല്ല, അങ്ങനെ വരേണ്ട കാര്യമില്ല. ഇതിനു മുമ്പ് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ. പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ ഒരു കാര്യമില്ലാതെ വരില്ലല്ലോ. അതിന് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് വരണമെങ്കിൽ എനിക്ക് നിന്റെ അനുവാദം വേണമെന്ന് ചോദിക്കണം. പിന്നെ വന്നു, ഞാൻ ആദ്യമായിട്ട് കാണുന്നൊന്നും അല്ലല്ലോ ചന്ദ്രമതി അമ്മേനെ. അതുകൊണ്ട് ഇനി കൂടുതലൊന്നും പറയണേ, എന്തോ ഒരു ദുരുദ്ദേശമുണ്ട്, അച്ഛൻ അറിയാൻ കാര്യം. എന്താ അച്ഛാന്ന് ചോദിക്കണം. നീ ഒന്നും മിണ്ടാതെ പൊക്കെ എൻ്റെ സച്ചി എന്ന് പറയണേ. കൃത്രിമമായിട്ടൊരു ദേഷ്യമൊക്കെ അഭിനയിക്കുകയാണ് രവീന്ദ്രൻ. ഈ സമയത്ത് മുത്തശ്ശി പറഞ്ഞു, അതെ കാലിങ്ങനെ തൂക്കിയിട്ടോണ്ടിരുന്നാൽ കൊള്ളത്തില്ല കേട്ടോ, കാല് നീര് കയറുമെന്ന് പറയാണ് രേവതിയോട്. പെട്ടെന്ന് ചന്ദ്രമതി ബാ മോളെ ഞാൻ പിടിക്കാന്ന് പറഞ്ഞിട്ട് കയ്യെ പിടിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. ഇത് കണ്ട് ഒരു നിമിഷം ഞെട്ടിത്തെരിച്ച് നിൽക്കുവാണ് സച്ചി. സച്ചിക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല. എത്ര സ്നേഹം, എത്ര പെട്ടെന്ന് ഇങ്ങനെ സ്നേഹം വന്നതിൽ എന്തോ അതിനകത്തൊരു നാടകം ഇല്ലേന്ന് സച്ചിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. പോകുന്ന വഴിക്ക് രേവതി തിരിഞ്ഞു നോക്കുന്നുണ്ട്. പിന്നീട് സച്ചിക്കാണ് നിന്നിട്ടൊരു നിപ്പുറക്കുന്നില്ല. നേരെ കലാപതി മുത്തശ്ശിയുടെ അരയിലേക്ക് ഇല്ലണം. അതെ അച്ഛമ്മേ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ? അല്ല അച്ഛമ്മയ്ക്ക് ഈ ആൾക്കാരുടെയൊക്കെ മനസ്സ് വായിക്കാൻ അറിയാൻ പറ്റുമല്ലേ? അച്ഛമ്മ എപ്പോഴും പറയുന്നതാണല്ലോ, അന്നെങ്കിൽ എൻ്റെ അമ്മയുടെ മനസ്സ് വായിച്ചിട്ടൊന്ന് പറഞ്ഞേ അമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നേന്നുള്ളേ. എടാ അവക്ക് എന്നെ കാണാൻ തോന്നിക്കാണും, അതുകൊണ്ട് വന്നായിരിക്കും. പോ അച്ഛമ്മേ, അതൊന്നുമല്ല, വേറെന്തോ ഒരു കാര്യമുണ്ട്. നീ ഒന്ന് പൊക്കേ സച്ചി, അതുകൊണ്ടൊന്നും അല്ല. എന്നെ കാണാൻ തോന്നി അവൾ ഇങ്ങോട്ട് വന്നു. ഇതിന് മാത്രം നീ ഇങ്ങനെ ചോദിച്ചോണ്ട് നടക്കണ്ടോ, ഒരാവശ്യമില്ലെന്ന് പറഞ്ഞ് സച്ചിനെ ഓടിക്കുകയാണ്. എന്നിട്ട് സച്ചിക്ക് ഇരുന്നിട്ടൊരു ഇരിക്കപ്പുറതില്ല. എങ്ങനെ ആരോട് ചോദിച്ചാൽ അറിയാൻ പറ്റുന്നത്? ഈ സമയം പാറുമ്മ അവിടെ വെള്ളം കോരിക്കൊണ്ടിരിക്കുവായിരുന്നു. പാറുമ്മയോട് ഇന്ന് ചോദിച്ചു നോക്കാം. പാറുമ്മേ, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയാം. എന്താ സച്ചിവനെ? അതെ ഈ ചന്ദ്രമതി അമ്മ ഇങ്ങോട്ട് വന്ന എന്തിനാന്ന് വല്ല അറിയാവോ? അതിപ്പോ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ല പാറുമ്മയ്ക്കാണെങ്കിൽ ഇങ്ങനെ സീക്രട്ടൊക്കെ പിടിച്ചെടുക്കാൻ വല്ല വശമുള്ളതല്ലേ, അതുകൊണ്ട് ചോദിച്ചാ. അതിപ്പോ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഞാൻ പറയണേ? എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറയാം. എന്നാ പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞാൽ പോരായിരുന്നോ? ഇത്ര വളച്ചു കിട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ചോദിക്കുകയാണ്. അപ്പൊ ഇനി ആരോട് ചോദിച്ചാലോ വിവരങ്ങൾ അറിയുന്നേ? അച്ഛനോട് ചോദിച്ചാലോ? അച്ഛനോട് ചോദിച്ചിട്ടും പക്ഷെ കാര്യമൊന്നുമില്ല. എന്നാലും ചോദിച്ചു നോക്കാം. നേരെ രവീന്ദ്രന്റെ അടുത്തേക്ക് എല്ലുവാണ്. ചോദിച്ചു, അച്ഛാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അമ്മ ഇങ്ങോട്ട് വന്നതിന് പിന്നിൽ എന്തേലും ഒരു ഉദ്ദേശം കാണുമോ? അതെന്താണ് നീ അങ്ങനെ ചോദിച്ചേ? അല്ല അച്ഛാ, ഇനി അമ്മയുടെ മേത്ത് വേറെ വല്ല ബാധ എന്തേലും കൂടി കാണുമോ? ഒരു നല്ല മനുഷ്യന്മാരുടെ എന്തേലും? കാരണം അമ്മ ഇപ്പൊ നല്ല മനുഷ്യന്മാരെ പോലെ പെരുമാറുന്നേ, എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടെന്ന് പറയാം. നീ ഇന്ന് പോടാ സച്ചി എന്ന് പറയണം. അതെ അച്ഛനെ എന്നെ എന്നിരുന്ന് എന്തെങ്കിലും ഒളിച്ചു വെക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതെന്താടാ, ഇനി അമ്മയ്ക്ക് വല്ല മാരക രോഗം വല്ലതും ആണോ? ഇനി അമ്മ കുറച്ചു കാലം മാത്രമേ ജീവിച്ചിരിക്കുള്ളൂ ഡോക്ടർമാർ വല്ലതും പറഞ്ഞോ? അതുകൊണ്ട് ഇനി അമ്മ നന്മ ചെയ്യാനായിട്ട് എങ്ങാനും ഇങ്ങോട്ട് വന്നതാണോ? എനിക്ക് നല്ല സംശയമുണ്ട്. അച്ഛനെന്ന് മറച്ചു വെക്കരുത് കേട്ടോ. അങ്ങനെ എന്തേലും ഉണ്ട് എന്നോട് തുറന്നു പറയണമെന്ന് പറയാം. എന്റെ പൊന്നു സച്ചി, നീ ഇന്ന് പൊക്കെയാണെന്ന്. നിന്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. അമ്മ വേണേ ഇപ്പൊ ഇവിടെ നടക്കുവാണെങ്കിൽ നേരെ വീട്ടിലെത്തും. പിന്നെ എന്താ അമ്മ ഇങ്ങോട്ട് വന്നേന്റെ? എടാ നിനക്കറിയാവുന്ന പോലെ എനിക്കറിയത്തുള്ളൂ, എനിക്ക് പ്രത്യേകിച്ചൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് രവീന്ദ്രൻ അങ്ങോട്ട് പോവാണ്. ഇത് കേട്ട് കഴിഞ്ഞിട്ടൊന്നും വിശ്വാസം വന്നില്ല. ഇനിയിപ്പോൾ ആരോട് ചോദിച്ചാലാ? രേവതിയോട് ചോദിച്ചു നോക്കാം. ചിലപ്പോൾ അവൾക്ക് എന്തെങ്കിലും ന്യൂസ് കിട്ടിയിട്ടുണ്ടെങ്കിലോ? അവൾ ഇച്ചിരി ബുദ്ധി ഉള്ള കൂട്ടത്തിലാ, അവൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയേക്കും. അങ്ങനെ നേരെ രേവതിയുടെ അടുത്തേക്ക് എല്ലുവാണ്. അപ്പൊ രേവതി പതുക്കെ ഒന്ന് കിടന്ന് മയങ്ങുമായിരുന്നു. ഈ സമയത്ത് രേവതിയിൽ നിന്ന് ഒറ്റ വിളി. രേവതി ഞെട്ടി എഴുന്നേക്കുവാണ്. എന്താ? അതെ നീ പറയുന്ന നിനക്ക് ഭയങ്കര ബുദ്ധിയുണ്ടെന്നല്ലോ, നീ ഭയങ്കര ബുദ്ധിശാലി എന്നല്ലേ പറയാം. അതിന് അന്ന് എനിക്കൊരു കൂട്ടം കണ്ടുപിടിച്ചു തരുമെന്ന് ചോദിക്കും. എന്ത് കാര്യം? അല്ല ഇവിടെ അമ്മ വന്നതിന്റെ ഉദ്ദേശം എന്താന്ന്? അമ്മ ഇപ്പൊ എന്തിനാ വേണേ? സാധാരണ ഇവിടെ വരുന്ന എന്തിനാ? അച്ഛമ്മേനെ കാണാനായിട്ട്, അല്ലാതെ ഇപ്പൊ എന്താ? പിന്നെ അതല്ല വേറെന്തുണ്ട്? വേറെന്ത് കാര്യം? എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല എന്ന് പറയാണ്. ഇപ്പം കല്യാണമല്ലേ നിങ്ങളുടെ ഏട്ടന്റെ, അപ്പൊ അതും കൊണ്ട് പറയാൻ വേണ്ടി വന്നായിരിക്കുന്നത്. അതൊന്നും അല്ല, അതിനേക്കാളും ഒരു വേറെന്തോ ഒരു കാര്യം ഉണ്ടെന്ന് പറയാണ്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും തോന്നുന്നില്ല. ഇനിയിപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറയാണ് രേവതി. ശരി ഞാൻ കണ്ടുപിടിച്ചോളാന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് പോവാണ്. സച്ചി അങ്ങോട്ട് പോയിട്ട് പുറത്ത് പോയി ഇരുന്നിട്ട് പുറത്തേക്ക് ആകാശത്ത് നോക്കി വിളിക്കുക. എൻ്റെ അച്ചച്ചാ, ഈ വരവിന്റെ ഉദ്ദേശം എന്നാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ അച്ചച്ചനെങ്കിലും എനിക്ക് ഒന്ന് കാണിച്ചായിട്ട്. മരിച്ചുപോയ അച്ചച്ചനെ നോക്കിയാണ് പിന്നീട്
സച്ചി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ആരെവിടുന്ന് പറഞ്ഞു കൊടുക്കാനിട്ട് കുറെ സമയം ഇവിടെ ഇരുന്നപ്പോൾ തന്നെ സച്ചിക്ക് മനസ്സിലായി ഈ വന്നതിന്റെ രഹസ്യം മനസ്സിലാക്കണമെങ്കിൽ ഇനി കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ മതിയാവുള്ളെന്ന്. പിന്നീട് കാണിക്കുന്ന ചന്ദ്രമതി ഇങ്ങനെ ആകെപ്പാടെ സങ്കടപ്പെട്ട് സൈഡിൽ പോയി മാറി നിൽക്കുക. ഇത് കണ്ടുകൊണ്ട് രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചു, നീ എന്താ ചന്ദ്ര ഇങ്ങനെ മാറി നിൽക്കുന്നേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ? എനിക്കാണ് ഉള്ള നേരത്തെ വീട്ടിൽ പോയാൽ മതിയെന്നുള്ളൂ. ഇത് ഇവിടുത്തെ കാറ്റിന് പോലും ഇതുകൊണ്ടോ എന്തൊരു നാറ്റമാണെന്നറിയാവോ, ചെളിമണമാണെന്ന് പറയാം. ആഹാ, നിനക്ക് പൈസയും വേണം, പൈസയ്ക്ക് മണമൊന്നും ഇല്ല അല്ലേന്ന് ചോദിക്കുകയാണ്. അതെങ്ങനെയാ പൈസയ്ക്ക് മണം വരുന്നത്? അന്നെങ്കിലും ഇച്ചിരി കഷ്ടപ്പാട് സഹിച്ചേ പറ്റുള്ളൂ. നിനക്ക് പൈസ വേണ്ടേ? പൈസ വേണം, പക്ഷെ ഞാനതെങ്ങനെയാ ചോദിക്കണേ? പിന്നെ ഞാനാ ചോദിക്കുന്നേ, എന്നെ കൊണ്ടും പറ്റില്ല. വേണമെങ്കിൽ നീ ചോദിച്ചു മേടിച്ചോണം, സുധിയുടെ ആവശ്യമാണ്, അത് ഓർമ്മ വേണമെന്ന് പറയാം. അതൊക്കെ ശരി രവിയേട്ടാ, എന്ത് ചെയ്യാൻ പറ്റും? എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. ശരി, ഞാൻ നോക്കട്ടെ. പക്ഷെ കാര്യമുണ്ട്, എങ്ങനെ പൈസ മേടിച്ചെടുക്കും? നീ ആ രേവതിനെ കണ്ടുപിടിക്കുക. അമ്മയ്ക്കാണ് രേവതി വെച്ച ജീവനാ. അപ്പൊ അതുപോലെ തന്നെ നീ ആകാൻ ശ്രമിക്കുക. രേവതിന് ചെയ്യുന്ന പോലെയൊക്കെ നീ ചെയ്യാൻ പറയണം. അങ്ങനെ നിനക്ക് നല്ല മരുമോൾപ്പട്ടം കിട്ടുവാണെങ്കിൽ ഒരു പക്ഷേ നിന്റെ ആഗ്രഹം സാധിക്കുമെന്ന് പറയാം. അല്ല നീ പൈസ മേടിക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വന്നേന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ഇപ്പൊ തന്നതോ, അല്ലെങ്കിൽ തന്നെ ഒരു ഫോൺ കോൾ പോലും വിളിക്കാത്ത നീയാ ഓടി വന്നിട്ട് പൈസ വെച്ചാൽ ഇപ്പൊ അമ്മ എടുത്തു തരുമെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിക്കും തോന്നി ശരിയാ പറയണേ. അപ്പൊ ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്ത് നീ രേവതിയോട് പോയി ചോദിക്ക് എങ്ങനെ അമ്മേനെ കയ്യിലെടുക്കാൻ പറ്റുമെന്ന്. അങ്ങനെ നേരെ രേവതിയുടെ അടുത്തേക്ക് ചന്ദ്രമതി എല്ലുവാണ്. ചന്ദ്രമതി എട്ടിച്ചു, മോൾക്ക് കാലിലിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമുണ്ട്. കുറവുണ്ടമ്മേ, വേദനയൊക്കെ കുറവുണ്ടെന്ന് പറയാം. അമ്മയ്ക്ക് എന്തേലും വേണോ? ഞാൻ എന്തേലും എടുത്തു തരണമെന്ന് ചോദിക്കും. ഒന്നും വേണ്ട, മോൾ അവിടെ ഇരുന്നാൽ മതി എന്ന് പറയണം. പിന്നീട് ചന്ദ്രമതി ചോദിച്ചു, അല്ല ഇങ്ങനെ മുത്തശ്ശിയെ നിന്നെ ഭയങ്കര ഇഷ്ടമുള്ളോ? അമ്മയ്ക്ക് നിന്നെ ഇത്രമാത്രം കാര്യമാണെങ്കിൽ അതിന് കാരണം എന്താന്ന് ചോദിക്കുകയാണ്. അതിപ്പോ അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല അമ്മേ, ഞാനിവിടുത്തെ എല്ലാ ജോലികളും ചെയ്യും, അമ്മയുടെ അച്ഛമ്മയുടെ ഇഷ്ടത്തിനുള്ള നിൽക്കുന്നോണ്ടായിരിക്കും എന്ന് പറയാണ്. ഈ സമയത്ത് സച്ചി അപ്പുറം വന്നു. അപ്പൊ സച്ചി കണ്ട് ഇവർ രണ്ടും സംസാരിക്കുന്നത് കേട്ടു. അപ്പൊ എന്തോ ഒരു കാര്യമുണ്ടല്ലോ. സച്ചി അവിടെ മാറി നിൽക്കുകയാണ്. അല്ല നീ എങ്ങനെയാ അച്ഛമ്മേനെ കയ്യിലെടുത്തേ? നല്ല മരുമോൾ പട്ടസ്ഥാനം നിനക്ക് എങ്ങനെയാ കിട്ടിയെന്ന് ചോദിക്കുകയാണ്. മരുമോൾ പട്ടസ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവ ചന്ദ്രമതിക്ക് കിട്ടാത്തതാ. കാരണം ചന്ദ്രമതിനെ കണ്ണെടുത്ത കാണത്തില്ല കലാവതി മുത്തശ്ശിക്ക്. കയ്യിൻ്റെ ഇപ്പം അത്ര നല്ലതാണല്ലോ. പക്ഷെ രേവതിനെ അങ്ങനെയല്ല, രേവതിന് അത്ര സ്നേഹമാണ്. നീ കയ്യിലെടുക്കാൻ വേണ്ടി എന്താ ചെയ്തേ? അതെനിക്കൊന്ന് പറഞ്ഞു തരാമെന്ന് ചോദിക്കുകയാണ്. ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല അമ്മേ, രാവിലെ എഴുന്നേറ്റ് ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യും, അത്രേ മാത്രമേ ഉള്ളൂ. അല്ല എന്ത് ജോലികളൊക്കെ നീ ഇവിടെ ചെയ്യുന്നേ? അത് എനിക്കൂടെ ഒന്ന് പറഞ്ഞു തരാമോ? അന്ന് എനിക്കൂടെ അത് ചെയ്യാനാന്ന് പറയാണ്. ഇത് കേട്ടതിന് രേവതി പറഞ്ഞു, അതോ അല്ല അമ്മയൊക്കെ ചെയ്യുമോന്ന് ചോദിക്കാം. അതിനിപ്പം എന്താ ഞാൻ ചെയ്താൽ കുഴപ്പം? എനിക്ക് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ലെന്ന്, ഞാൻ അതൊക്കെ ചെയ്തോളാം എന്ന് പറയണം. അന്നാ ഞാൻ പറഞ്ഞു തരാമെന്ന് പറയണം. രേവതി പറഞ്ഞു, രാവിലെ എഴുന്നേക്കണം, എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് മിറ്റമെല്ലാം അടിച്ചു വാരി കുളി കഴിയണം. പിന്നെ എല്ലാവർക്കും ചായയും കാപ്പി, ചായ വേണ്ടവർക്ക് ചായ, കാപ്പി വേണ്ടവർക്ക് കാപ്പി. പിന്നെ അതിന് ശേഷം ഫുഡ് ഉണ്ടാക്കണം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഇഡ്ഡലി ദോശ അങ്ങനെ, അത് വേണ്ടവർക്ക് അങ്ങനെ, പുട്ട് വേണ്ടവർക്ക് അങ്ങനെ. അതെല്ലാം അതിന് ശേഷം പാത്രം എല്ലാം കഴുകി വെക്കണം. പിന്നെ ഉച്ചയൂണിലുള്ള സമയം ഒരു 3-4 കൂട്ടം കറിയും ചോറും വേണം. അതിനുശേഷം വൈകുന്നേരം ആയി കഴിയുമ്പോഴത്തേനും പിന്നെ കടയിൽ പോയി സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ അത് മേടിക്കണം. അതിന് ശേഷം വന്നപ്പോഴത്തേനും പിന്നെ വൈകുന്നേരം അത്താഴത്തുള്ള സമയം, അതിനുള്ള പരിപാടികളെല്ലാം ചെയ്യണം. അത് ചപ്പാത്തി വേണ്ടവർക്ക് ചപ്പാത്തി, പൂരി വേണ്ടവർക്ക് പൂരി. ഇതെല്ലാം കേട്ട് ശ്വാസം വലിഞ്ഞതുപോലെ ഇരിക്കുവാണ് ചന്ദ്രമതി. അതെല്ലാം ഒന്ന് റെഡിയായി കഴിഞ്ഞ് നമ്മൾ കഥയെല്ലാം കുട്ടിയടിച്ച് കിടക്കാൻ കയറുമ്പോഴത്തേനും ഒരു 11-11 സമയമാവെന്ന് പറയണം. പെട്ടെന്ന് അയ്യോ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഗ്രാമപ്രദേശങ്ങളല്ലേ, ആടും കോഴിയും പശുത്തൊഴുത്തൊക്കെ ഉള്ളതല്ലേ. പിന്നെ അതിൻ്റെ കാര്യം കൂടെ നോക്കണം. അതിന് വെള്ളം കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കണം. പിന്നെ ക്രാവിൻ്റെ തൊഴുത്തും കൂടി ഇല്ലേ, അതൊക്കെ വൃത്തിയാക്കണം, ചാണകമൊക്കെ വാരണമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ചന്ദ്രമതി ഒന്ന് നോക്കാനിക്കുവാണ്. എന്താ അമ്മേനിക്ക്? ഒന്നുമില്ല എന്ന് പറയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലേ? അല്ല ഇതൊക്കെ ഒരാഴ്ചയും കൊണ്ട് ചെയ്താൽ മതിയോ എന്ന് ചോദിക്കുകയാണ്. ഒരാഴ്ചയും കൊണ്ടോ? ഒരാഴ്ചയും കൊണ്ടല്ല, ഒറ്റ ദിവസം കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാന്ന് പറയണം. ഇത് കേട്ടത് ചന്ദ്രമതിയുടെ ഫ്യൂസ് അങ്ങോട്ട് പോയി. എൻ്റെ ഭഗവാനെ, ഒറ്റ ദിവസം കൊണ്ട് ഇത്ര ജോലികളോ? ഇത്ര ജോലികൾ ചെയ്താലോ നല്ല മരുമോൾപ്പെട്ട സ്ഥാനം കിട്ടുമല്ലോ. പെട്ടുപോയല്ലോ എന്ന് പറയാണ്. ഇത് കേട്ടോണ്ട് സച്ചി അങ്ങോട്ട് വരുവാണ്. സച്ചി പറഞ്ഞു, എന്താ രണ്ടുപേരും കൂടി ഒരു ഗൂഢാലോചന? പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു, ഒന്നുമില്ലാന്ന് പറയണേ, എന്തോ കാര്യമുണ്ട്. അപ്പൊ രേവതി പറഞ്ഞു, അല്ല ഞാനിവിടെ എന്തൊക്കെ പണികളാ ചെയ്യുന്നത് അമ്മ ചോദിക്കുമായിരുന്നു, അമ്മയ്ക്കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല കളിയായി. ഇപ്പൊ അമ്മ പണി ചെയ്തു അവിടുത്തെ നോക്കിയിരുന്നോളാൻ പറയണം. അതെന്താടാ, ഞാൻ പണി ചെയ്തിട്ടുണ്ടെങ്കിൽ വല്ല കുഴപ്പമുണ്ടോന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സച്ചി അകത്തേക്ക് നോക്കി, അച്ഛാ ഇങ്ങോട്ടൊന്ന് വന്നേന്ന് പറയണം. അപ്പൊ രവീന്ദ്രൻ അങ്ങോട്ട് വരുവാണ്. എന്താടാ? ഒരു കോമഡി കേട്ടോ, ഇതേ അമ്മ ഇവിടുത്തെ പണികളൊക്കെ ചെയ്യാൻ പോവാന്ന്. അതെന്താ ചിരിക്കാൻ എന്നാ? എൻ്റെ അച്ഛൻ ചിരിക്കാതെ പിന്നെ, എടാ ചന്ദ്ര ഇതല്ല ഇതിനപ്പുറം ഇനി ചെയ്യൂന്ന് പറയാണ്. അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞു? അതൊക്കെ അങ്ങനെയാന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ ആക്കി ചിരിയിരിച്ചിട്ട് അങ്ങോട്ട് പോവാണ്. പക്ഷെ രേവതിക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. പിന്നീട് കാണിക്കുന്നേ
ശ്രീകാന്തിനെ ഫോൺ ചെയ്യുമായിരുന്നു വർഷ ഫോൺ ചെയ്തിട്ട് അതെ ആ മഷ്റൂം സൂപ്പ് സൂപ്പറായിട്ടുണ്ടെന്ന് പറയണേ, നല്ല ടേസ്റ്റ് ആണെന്ന് പറയാ. ഇത് കേട്ട് ശ്രീകാന്ത് ചോദിച്ചു, സത്യമായിട്ടാണോ പറയണേ? സത്യമായിട്ടുള്ള കാര്യം പറയണേ. അതെ ഷെഫിന്റെ കൈപ്പുണ്യം എന്തായാലും കൊള്ളാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, അല്ല തന്റെ പേരെന്താന്ന് ഇത്രയും കാലമായിട്ട് ഞാൻ പേര് ചോദിച്ചില്ല, പേരെന്താന്ന് ചോദിക്കണം. ഇത് കേട്ട് ഞാൻ വർഷം പറഞ്ഞു, പേരിലൊക്കെ എന്തിരിക്കുന്നു, എനിക്ക് പല പല വെറൈറ്റി പേഴ്സുകളൊക്കെ ഉണ്ടെന്ന് പറയണം. ഡംബി സ്റ്റുഡിയോയിലാണല്ലോ ഒത്തിരി പേരുണ്ടത്, ഒത്തിരി പരിപാടിയാക്കോ, അത് കൊള്ളാലോ. അതിനെക്കുറിച്ച് താൻ അറിയണ്ട, ആ സമയം പറഞ്ഞാൽ മതി എന്ന് പറയണ. ഈ സമയത്താണ് സാറെന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ മുന്നേ വന്ന് നിൽക്കുന്നത്. എന്താന്ന് ചോദിക്കണേ, സാറിനൊരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറയണം, മാഡം തന്നു വിട്ടാന്ന് പറയണ. ഈ സമയത്ത് ഫോണിൽ കൂടെ വർഷം പറഞ്ഞു, അതെ അവിടെ ഒരു ഗിഫ്റ്റായിട്ട് ഒരാൾ വന്നിട്ടില്ല, ആ ഗിഫ്റ്റ് അങ്ങ് വാങ്ങിച്ചോളാൻ പറയാണ്. അല്ല ഇതിനകത്ത് എന്താ, അത് പൊട്ടിച്ച് നോക്ക് എന്നിട്ട് അഭിപ്രായം പറയാണ്. അപ്പൊ അത് പൊട്ടിക്കാനായിട്ട് ശ്രീകാന്ത് തുടങ്ങുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.